റിയാസ് മൗലവിയുടെ ഘാതകർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് റിയാസ് മൗലവി കേസിൽ സംഭവിച്ചത്. ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും കേസിലെ വിധിന്യായം പ്രോസിക്യൂഷൻ കണ്ടെത്തലുകളെ ശരിവെച്ചില്ല എന്നത് സമൂഹത്തിൽ ഞെട്ടലുളവാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതി വിധിയെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശിച്ചു. ജഡ്ജിയുടെ ആത്മനിഷ്ഠ ഘടകം കൂടിച്ചേരുന്നതാണ് വിധി എന്നാണ് MV ഗോവിന്ദന്റെ അഭിപ്രായം. ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി. അപ്പോൾ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു. കേസ് അന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത്. വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ആ അന്വേഷണം നടന്നത്. അല്ല, അതൊക്കെ വിമർശനമൊക്കെ ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് ഉന്നയിക്കുകയും ചെയ്യും. ഇനി ഈ വിധി പറഞ്ഞ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ മൗലവിയോടൊപ്പം തന്നെയാണ് നിൽക്കുക, ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് നിൽക്കുക. ആവശ്യമായ രീതിയിലുള്ള ഫലപ്രദമായ സഹായം ഗവൺമെൻറ് ഭാഗത്തു ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നതാണ് വിധി. കാരണം അതന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോ, ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നതാണ് വിധി എന്ന് മാത്രമേ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. ജഡ്ജിയുടെ ആത്മനിഷ്ഠ ഘടകം എത്ര? അഡ്വക്കേറ്റ് C. ഷുക്കൂർ CPIM, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ്, ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് T. ഷാജിത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് T. ഷാജിത്ത്, എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ പരാജയം? പ്രോസിക്യൂഷൻ ഈ കേസിൽ ഒരിക്കലും പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ 1 മുതൽ 97 സാക്ഷി മൊഴികൾ, അതുപോലെ തന്നെ 215 രേഖകൾ, അതുപോലെ തന്നെ 45 മുതലുകൾ, ഈ രേഖകളിലൂടെയും സാക്ഷിമൊഴികളിലൂടെയും 1 മുതൽ 3 വരെ പ്രതികളുടെ കുറ്റം സംശയാതീതമായി പ്രോസിക്യൂഷൻ തെളിയിച്ചതാണ്. എന്നാൽ കോടതി അത് എടുത്തത് മറ്റൊരു വഴിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നൊരു കോടതി വിധി അത് അപ്പീൽ കൊടുക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എന്ത് വീഴ്ചയാണ് നിങ്ങൾ കാണുന്നത്? ഒരു കേസിൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുകയും ആ ഫൈനൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയൽ നടത്തിയാൽ കൺവിക്ഷൻ ഉറപ്പാക്കാൻ കഴിയുക എന്നതാണ് ഒരു ട്രയലിൽ ആത്യന്തികമായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പീൽ കൊടുക്കേണ്ട ഒരു മാറ്ററാണ്. അപ്പീലിലൂടെ ഈ പറഞ്ഞ വിക്ടിമിന് നീതി ലഭിക്കേണ്ടതാണ്. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇത് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ അപ്പീൽ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. നാളെയോ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു പക്ഷേ കോടതിയിൽ അപ്പീൽ കേൾക്കേണ്ടതാണ്. വിധിയെ സംബന്ധിച്ച്, വിധിയുടെ റീസണിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പീലിൽ അതൊക്കെ ഗ്രൗണ്ടായി വരും എന്ന് ഞാൻ കരുതുകയാണ്. ആ വിധിയിലെ കണ്ടെത്തലുകളുടെ റീസണിങ് ആക്സെപ്റ്റബിൾ അല്ല, ആർക്കും ആക്സെപ്റ്റബിൾ. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലും ആക്സെപ്റ്റബിൾ അല്ലാത്ത ചില കൺക്ലൂഷൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീലിൽ അത് ഇൻ്റർഫിയർ ചെയ്യപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഇവർ പ്രോസിക്യൂഷൻ പോവുകയോ അല്ല വിക്ടിം പോവുകയോ ഒക്കെ ചെയ്താൽ അത് ഇൻ്റർഫിയർ ചെയ്യപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത്രത്തോളം ദാരുണമായ ബ്രൂട്ടലായ ഒരു കൊലപാതകമായിരുന്നു. കൺവിക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു മാറ്ററായിരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് വളരെ മനസ്സിൽ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്ന ഒരു മതസ്പർദ്ധ, മതവിരോധം, മതവിദ്വേഷം, അതുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർ ഒരു രാഷ്ട്രീയമല്ല സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മതസ്പർദ്ധയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയും പലപ്പോഴായി അവർ പല ഈവൻസും അങ്ങനെ കാണിക്കുകയും അതിൻ്റെ ഫൈനലി അവർ റിയാസ് മൗലവിയെ കൊല്ലുകയും ഒക്കെ ചെയ്തു. അവരുടെ പ്രസൻസ് ഒക്കെ ആ ചുറ്റുവട്ടത്ത് കാണുന്ന തരത്തിലുള്ള CDR ഒക്കെ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു.
അവരാണത് ചെയ്തത് എന്ന് മനസ്സിലാകാനും തോന്നാനുമുള്ള എല്ലാ കാരണങ്ങളും അതിനകത്ത്. ശരി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കേസില് നമുക്ക് കടക്കാം. അവരെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, activate അഡ്വക്കേറ്റ് സി ഷുക്കു, ആ നോക്കൂ, കേസിൽ ഇത്രയധികം activate തെളിവുകളും ഞാൻ- ശാസ്ത്രീയ പരിശോധനയും ഉണ്ടായിരുന്നിട്ടും വിധിന്യായ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചില്ല എന്നത് സമൂഹത്തിൽ ഞെട്ടലുളവാക്കിയെന്നാണ് മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ആ ജഡ്ജ്മെൻറ്റ് വിശദമായി പരിശോധിച്ച ആർക്കും ഞെട്ടൽ ഇല്ലാതിരിക്കാൻ ഒരു കാരണവുമില്ല. ആ ജഡ്ജ്മെൻറ്റ്, ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ, ആ ജഡ്ജ്മെൻറ്റ് അക്വിറ്റലിന് പറഞ്ഞ റീസൺ, കാരണങ്ങൾ ദുർബലവും ബാലിശവുമാണ്. നമ്മൾ ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയർ എന്ന നിലയിൽ അതിനപ്പുറത്ത് വിമർശിക്കുന്ന എനിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിനപ്പുറത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ് ആ കാസർഗോഡ് ഈ കേസ്. 2017 മാർച്ച് 20 സംഭവം നടന്ന മുതൽ കാസർഗോട്ടെ ജനങ്ങൾ മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു കേസാണ്. ഈ ട്രയൽ നടക്കുന്ന 1, 2, 3 സാക്ഷികളൊക്കെ വിസ്തരിക്കുമ്പോൾ കോടതിയിൽ നിറയെ ആൾക്കാരായിരുന്നു. സാക്ഷികൾ എന്താണ് പറയുന്നത്, എന്ത് കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. ഈ കാസർഗോട്ടെ ജനങ്ങൾ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് ഇനി ഇവിടെ ആവർത്തിക്കരുത് എന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിരുന്നു ആ കേസിലെ പോലീസിൻ്റെ ഇടപെടലും സമൂഹത്തിൽ എന്നെ നെല്ലിക്കുന്ന MLA അടക്കമുള്ള ആൾക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, ആ പ്രദേശത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആൾക്കാർ. പലപ്പോഴും ഷാജിദ് വക്കീൽ ട്രയൽ നടത്തുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ എന്തിനാണ് വന്നത് എന്നോട് ചോദിക്കാറുണ്ട്. ഷാജിദ് വക്കീൽ പറയുമല്ലോ, വക്കീൽ ഇത്രയും ആൾക്കാർ എന്തിനാണ് ട്രയൽ കേൾക്കാൻ വരുന്നത്? അതിൻ്റെ കാരണം ആ പ്രദേശത്തിലെ ആൾക്കാർക്ക് അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. നമ്മളിപ്പോൾ പുറത്ത് ഉള്ള ഞാനിപ്പോൾ കാഞ്ഞങ്ങാട്ടുള്ള കാഞ്ഞങ്ങാട്ടോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോട്ടോ ഉള്ള ഒരാൾക്ക് കാസർഗോട്ട് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അറിയില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. 2008-ൻ്റെയും 2017 ഇടയിൽ 9-10 മനുഷ്യന്മാരാണ് മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത്. അതിൽ 6 പേര് മുസ്ലിങ്ങൾ, 3 പേര് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ. ഈ രീതിയിൽ മതത്തിനെ വേർതിരിച്ച് ഹിന്ദു ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുക, മുസ്ലിം ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുക എന്നുള്ളത് കാസർഗോഡ് അവസാനിക്കണമെന്ന് കാസർഗോട്ടെ മുഴുവൻ ജനതയെ ആഗ്രഹിച്ചിരുന്നു. ഒരു പോലീസ് ഓഫീസർ ഈ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞത്, പോലീസും പ്രോസിക്യൂഷനും ജനങ്ങളും കാസർഗോഡിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ജുഡീഷ്യറി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. പക്ഷേ ജുഡീഷ്യറി ആഗ്രഹിച്ചിരുന്നു. 2017 മാർച്ച് മാസം 23 ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ പ്രതികളെ അറസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത് 2017 മാർച്ച് 23 മുതൽ 2024 മാർച്ച് 30 വരെ 7 വർഷവും 7 മാസം അവർ ജയിലിലായിരുന്നു. 302, 153A കേസ് റെഡ് വിത്ത് 34 കേസ് ക്രൈം IPC ഒഫൻസും റെഡ് വിത്ത് 34 ഉള്ള ക്രൈമിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ജയിലിലും ഇങ്ങനെ ജാമ്യാപേക്ഷ നിരന്തരം നിരസിക്കപ്പെട്ട ഒരു സംഭവം പോലും ഒരാൾക്ക് ചൂണ്ടിക്കാൻ കഴിയില്ല. അതിന് കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജിദും പോലീസ് ഓഫീസർമാരും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. ഷാജിദ് എടുത്ത സ്ട്രെയിൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഷാജിദ് കേസ് നടത്താൻ വരുന്ന സമയത്ത് കാണിക്കുന്ന സൂക്ഷ്മത, ഓരോ സമയത്തും ഷാജിദ് എടുക്കുന്ന പെയിൻ, അത് ഒരു സഹോദരനെ പോലെ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ കാസർഗോട്ട് ജനങ്ങൾ മുഴുവൻ ആ കേസിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിന് ഓരോ സമയത്ത് ഏത് സാക്ഷിയെ വിസ്തരിക്കുന്നു, അവരെന്താണ് പറയുന്നത്, ഏത് സാക്ഷിയെ വിസ്തരിക്കുന്നു, അവരെന്താണ് പറയുന്നത്, അങ്ങനെ സൂക്ഷ്മമായി അന്വേഷിച്ച കാസർഗോട്ടുകാർക്ക് ഈ വിധി ഉണ്ടാക്കി ഞെട്ടലല്ല, അവരുടെ മനസ്സിലുണ്ടാക്കിയത് വലിയ സ്ഫോടനമാണ്. ഞെട്ടലെന്ന വാക്ക് മറ്റുള്ളവർക്ക് പറയാം, കാസർഗോട്ടുകാരുടെ മനസ്സിലും തലച്ചോറിലുണ്ടാക്കിയത് വലിയ സ്ഫോടനമാണ്. ഈ 3 പേര് കുറ്റം ചെയ്തു എന്നതിന് സംശയാതീതമായി ബിയോണ്ട് ഷേഡ് ഓഫ് റീസണബിൾ ഡൗട്ട് ബോധ്യപ്പെടുത്താവുന്ന എല്ലാ തെളിവുകളും ബഹുമാനപ്പെട്ട ഷാജിദും പോലീസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ ഡോക്യുമെൻ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഓരോ മെറ്റീരിയൽ ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, സയൻറ്റിഫിക് എവിഡൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് സയൻറ്റിഫിക് എക്സ്പേർട്ടിന് 5 ദിവസമാണ് വിസ്തരിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എത്ര ദിവസമാണ് വിസ്തരിച്ചത്? ഈ ഓരോ സാക്ഷികളെ എത്ര ദിവസമാണ് വിസ്തരിച്ചത്? വിശദമായ, അതിനൊന്നും ചാലഞ്ച് ചെയ്യാൻ കഴിയാതെ, ആ കോടതിക്ക് മുമ്പാകെ വന്ന ഒരു തെളിവ് പോലും കൃത്യമായി ചാലഞ്ച് ചെയ്യാൻ കഴിയാത്ത പ്രതിഭാഗം ഉരുണ്ടുപോകുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു കോടതിയിൽ. ആ കാസർഗോട്ടുകാർക്ക് ഈ കേസ് എവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഞെട്ടലുണ്ടാകുന്നുണ്ട്. അത് പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ 2008 മുതൽ 2017 വരെയുള്ള കേസുകളിൽ പലതും എല്ലാ കേസുകളും അക്വിറ്റ് ആയി പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ നമ്മൾ ആരും രാഷ്ട്രീയം ആരോപിച്ചിട്ടില്ല, അന്നത്തെ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇതുപോലെ പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല, അന്നത്തെ പോലീസ് ഓഫീസർമാരെ കുറ്റം പറഞ്ഞിട്ടില്ല. തൊട്ട് മുമ്പ് എന്ന സാബിത്ത് വധക്കേസിൽ എന്താ കാരണം? അന്നത്തെ ഗവൺമെൻറ് ഒത്തുകളിച്ചതാണോ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നില്ല സംസ്ഥാനം ഭരിച്ചിരുന്നത്. അന്നത്തെ പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാറായിരുന്നില്ല ആലപ്പുഴയിലെ, അദ്ദേഹം പ്രതികളുമായി ഒത്തുകളിച്ച് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ ഇത് രാഷ്ട്രീയ ആയുധമാക്കേണ്ട ഒരു സംഗതിയല്ല. വസ്തുനിഷ്ഠമായി നമ്മുടെ ജുഡീഷ്യറിയിൽ എവിടെയാണ് പിഴവ് പറ്റുന്നത്? ഹ്യൂമൻ എറർ സംഭവിക്കാം, അദ്ദേഹം മനുഷ്യനാണ്.
അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വരുന്ന തെളിവുകൾ, സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ, ഈ കേസ് മുഴുവൻ സാഹചര്യ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. 2-3 സാക്ഷികൾ പ്രതികളെ കണ്ടവരാണ്. ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് ഈ കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ ശരീരത്തിൽ രക്തം ഉള്ള വസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അത് 27 ഡിസ്കവറി പ്രകാരം, സെക്ഷൻ 27 എവിഡൻസ് ആക്ട് പ്രകാരം 2 തഹസിൽദാർമാരുടെ സാഹചര്യത്തിലാണ് കണ്ടെടുത്തത്. ഈ തെളിവുകൾ എങ്ങനെയാണ് ഡിസ്ബിലീവ് ചെയ്യുക? പള്ളി ഇമാമായ 2ാം സാക്ഷിയുടെ മൊഴിയെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതി ഡിസ്ബിലീവ് ചെയ്യുക? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആൻറ്റിസിഡൻ്റ് ഉണ്ടോ? ഏതെങ്കിലും ക്രൈമിൽ പെട്ടയാളാണോ പള്ളി ഇമാമ്? ഇങ്ങനെ ജുഡീഷ്യറിയുടെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കോടതി എഴുതിയപ്പോൾ ജനങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് മോചനാകാൻ കഴിയില്ല എന്നാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇന്നിപ്പോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജഡ്ജിയുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ചേരുന്നതാണ് വിധി എന്നാണ്. പക്ഷേ കുറ്റവാളികൾ അതാരായാൽ തന്നെയും ഹീനമായ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെ ആർക്കുമില്ല. പിന്നെ ഇവിടെ ഈ ആത്മനിഷ്ഠ ഘടകം എന്നൊക്കെയുള്ള 14 കിലോ വെയിറ്റുള്ള വാക്കുകളിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ജഡ്ജി തോന്നിവാസം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഈ ശബ്ദധാരാവലിയിലെ കഠോരമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ബുദ്ധിജീവി സാന്നിധ്യം ഇത് കാണിച്ചതാണ്. അത് പോട്ടെ. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 7 ജഡ്ജിമാർ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സബ്ജക്റ്റ് ടു കറക്ഷൻ ഇവിടെയുള്ളവർ തിരുത്തുക. ഞാൻ അങ്ങനെ ക്ലോസ് ആയിട്ട് ഈ കേസ് ഫോളോ ചെയ്ത ആളല്ല. എങ്കിലും ഒരുപാട് ജഡ്ജിമാർ ഇത് പരിഗണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ജഡ്ജിമാരുടെ മുമ്പിൽ കൂടെ വിചാരണയിലൂടെ കടന്നുപോയ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞ ദിവസം അന്തിമമായ വിധിയിലെത്തിയത്. അന്തിമ വിധിയല്ല, ഇനിയും മേൽക്കോടതികളുണ്ട്, വിധിയിലെത്തിയത്. അതുകൊണ്ട് ഇതൊരു പാർട്ടി കോടതി വിധിക്കുന്ന മാതിരി അല്ല ഇന്ത്യൻ ജുഡീഷ്യറി എന്നാണ് എൻ്റെ മിതമായ ധാരണ. ഇനി എന്തു തന്നെ ആയിക്കോട്ടെ, ഇതിന് നമ്മൾ ഈ ഒരു കോടതി വിധിയെ ഇവിടെ എല്ലാവരും വക്കീലന്മാരാണ്, ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും വക്കീലന്മാരാണ്. ഒരു കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നത് അതിൻ്റേതായ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്, നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നമ്മുടെ ജുഡീഷ്യറി അപ്പാടെ മഹാമോശമാണ്, ജഡ്ജിക്ക് ആത്മനിഷ്ഠ ഘടകം എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ എടുത്തിട്ട് ഈ രീതിയിൽ ഉള്ള ചർച്ചകൾ നമ്മുടെ ജുഡീഷ്യറിയെ കൂടുതൽ കളങ്കപ്പെടുത്തുകയുള്ളൂ എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായും അപ്പീൽ പോകാനുള്ള ഏത് കേസാണ് സുപ്രീം കോടതി വരെ പോകാതെ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കേസുകൾ സുപ്രീം കോടതി വരെ പോകാതെ അന്തിമ തീർപ്പാക്കിയിട്ടുള്ളത്? അഡ്വക്കേറ്റ് ഷുക്കൂർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ജഡ്ജിയാണ്, അയാൾ മനുഷ്യനാണ്, ചിലപ്പോൾ പറ്റിയെന്ന് വരും. അതൊക്കെ പോട്ടെ. അതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ വിധിയിലൂടെ ഒരുപക്ഷെ പിണറായി വിജയനും LDF സർക്കാരിനും ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചടിയെ ഭയന്നിട്ടാണ് ഇത്ര മോശമായ വാക്കുകൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ മണ്ടയ്ക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതുപോലെയുള്ള വികാര വേലിയേറ്റങ്ങളൊന്നും നമ്മുടെ വാളയാർ പെൺകുട്ടികളിലെ ആ കുരുന്ന് പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ഉണ്ടായില്ല. അതുപോലെ ഈ ഇടുക്കിയിലെ സംഭവത്തിലുണ്ടായില്ല. ഒരേ ഒരു പ്രതിയേ ഉള്ളൂ അതിലുണ്ടായില്ല. ഈ കേസിൽ അങ്ങനെ ഉണ്ടായപ്പോൾ, പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ഇത്ര വലിയ ഒരു കോലാഹലം ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കേസുകൾ വെറുതെ വിടുന്നതിൽ മാത്രമല്ല, ഇപ്പോൾ ആലപ്പുഴയിലെ ഷാൻ ശ്രീനിവാസൻ വധക്കേസുകളിൽ ഒന്ന് വളരെ വേഗത്തിൽ നടക്കുന്നു, വധശിക്ഷ ലഭിക്കുന്നു. മറ്റത് വളരെ കാലതാമസം വരുന്നു എന്നുള്ള ആക്ഷേപവുമുണ്ട്. അല്ല നികേഷേ, ഇത് നിങ്ങളൊക്കെ എപ്പോഴും വളരെ വീറോടെ അവകാശപ്പെടുന്ന പോലെ മതേതരത്വത്തിൻ്റെ വിളഭൂമിയായ കേരളം, അതുപോലെ നരേന്ദ്രമോദിയുടെയോ യോഗി അതിൻ്റെ കളികൾ സഹ്യനപ്പുറത്ത് തടുത്തു നിർത്തിയിരിക്കുന്ന ഉരുക്കുമുഷ്ടികൾ ഭരിക്കുന്ന കേരളം, അങ്ങനെയുള്ള ആ കേരളത്തിലെ പോലീസും ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ ആണല്ലോ ഈ കേസുകൾ അന്വേഷിച്ചത്. ഇവിടെ BJP അല്ല ഭരിക്കുന്നത് സുഹൃത്തെ.
ആ പോലീസ് ഇവിടെ അന്വേഷിക്കുന്നു. ഇവിടെ നികേഷ് തന്നെ പലപ്പോഴും പറയുന്ന പ്രകാരം, അതായത് ഇവിടെ കേരളമായതുകൊണ്ടാണ് ഈ EVM-ൻ്റെ മാനിപ്പുലേഷനൊന്നും നടക്കാത്തത്. ഉത്തരേന്ത്യയൊക്കെ ആയിരുന്നെങ്കിൽ അവിടൊക്കെ EVM മാനിപ്പുലേഷൻ കൊണ്ടാണ് വിജയിക്കുന്നത്. അങ്ങനെ അത്ര വലിയ കരുത്തന്മാർ ഭരിക്കുന്ന ഈ കേരളത്തിലെ ഒരു ജുഡീഷ്യറിയെ, കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ജുഡീഷ്യറിയെ ഇതുപോലെ അങ്ങനെ പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ ഈ വലിയ ജാഗരൂകതയൊക്കെ ഇവിടെ ഇരിക്കുന്നത്? ആ ജാഗരൂകതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ദയവായി തുടരുക. ഞാൻ അഡ്വക്കേറ്റ് ടി ഷാജിത്തിലേക്ക് തിരികെ വരികയാണ്. നമുക്കതിന്റെ വിധിന്യായത്തിന്റെ മെറിറ്റിലേക്ക് പോയാൽ നോക്കൂ, വിധിന്യായം വന്നിട്ട് ഏതായാലും ഒരു ദിവസത്തിലേറെ ആയല്ലോ. ഇതിലേറ്റവും പ്രധാനമായും ഉള്ള കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രതികൾ RSSന്റെ ഫനാറ്റിക് വർക്കേഴ്സ് ആണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മിസ്റ്റർ നികേഷ്, ഞാൻ ഈ കേസിൽ ഏറ്റവും കൂടുതൽ വികാരം കാണിക്കേണ്ട ഒരു വ്യക്തി ഞാനാണ്. കാരണം ഈ കേസിൽ വിചാരണ തുടങ്ങി വിധി ദിവസം വരെ കോടതിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഞാനാണ്. പ്രോസിക്യൂഷൻ RSSകാരാണെന്ന് തെളിയിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു കേസ് വെറുതെ വിടണോ? കോടതിയിലെ കുറ്റപത്രത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ തുടങ്ങുന്നത് പ്രതികൾ RSSകാരായതുകൊണ്ടും പ്രതികൾക്ക് വ്യക്തിപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വിദ്വേഷം കൊണ്ടും. അതുകൊണ്ട് തന്നെ പ്രതികൾ RSSകാരാണെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയാൽ ആ കേസ് വെറുതെ വിടണം. അടുത്തതായി, പ്രതികൾ RSSകാരാണെന്ന് തെളിയിക്കാൻ 81, 82, 83, 84 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ട്. ആ സാക്ഷികളൊക്കെ തന്നെ ഹോസ്റ്റൈലായി, അതായത് അവർ പ്രോസിക്യൂഷനെതിരായി മൊഴി കൊടുത്തു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് പൂർണ്ണമായും RSS ആണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. നേരെ മറിച്ച് പ്രതികൾക്കെതിരായി 1 മുതൽ 3 വരെ പ്രതികൾ പള്ളിയിലെത്തിയെന്നും 2ഉം 3ഉം പ്രതികളുടെ ടവർ ലൊക്കേഷൻ പള്ളിയുടെ ഉള്ളിലാണെന്നും 2ാം സാക്ഷി ഖത്തീബിൻ്റെ അതേ ടവർ ലൊക്കേഷനിലാണ് 2ഉം 3ഉം പ്രതികൾ ഉണ്ടായിരുന്നതെന്നും കൃത്യത്തിന് ശേഷം, കൃത്യം തുടങ്ങുന്നതിന് മുമ്പേ 3ാം പ്രതി 2ാം പ്രതിക്ക് അലേർട്ടായിട്ട് മിസ് കോൾ കൊടുക്കുന്നുവെന്നും കൃത്യം കഴിഞ്ഞതിന് ശേഷം 1 മുതൽ 3 വരെ പ്രതികൾ സംഭവ സ്ഥലത്തു നിന്നും പോകുന്നുവെന്നും ഓരോ ടവറിലെത്തുമ്പോഴും അവർ ടവർ ലൊക്കേഷൻ മാറുന്നുവെന്നും 2ഉം 3ഉം പ്രതികളെ സ്വന്തം വീട്ടിൽ നിന്നും അമ്മമാർ വിളിക്കുമ്പോൾ അവർ 27-25ഓളം കോളുകൾ കട്ട് ചെയ്യുന്നുവെന്നും അവസാനം അവർ കേളുകുഡെ എത്തുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടില്ലേ? അതും പോട്ടെ, 1ാം പ്രതി നയിച്ചാനയിച്ച പ്രകാരം ഷുക്കൂർ വക്കീൽ പറഞ്ഞു, സെക്ഷൻ 27 പ്രകാരം നയിച്ചാനയിച്ച പ്രകാരം 1ാം പ്രതി എടുത്തു കൊടുക്കുന്ന കത്തി, ആ കത്തിയിൽ റിയാസ് മൗലവിയുടെ DNA എങ്ങനെ വന്നു? 1ാം പ്രതിക്ക് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ 1ാം പ്രതി എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ്, അതായത് റിയാസ് മൗലവിയുടെ കൊലപാതകം ചെയ്യുമ്പോൾ ഉടുത്തിരുന്ന ഡ്രസ്സ്, അത് 1ാം പ്രതിയുടെ വീട്ടിൻ്റെ അയലിൽ തൂക്കിയിട്ട നിലയിൽ കാണപ്പെട്ടത് 1ാം പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥന് എടുത്തു കൊടുക്കുന്നു. അത് 12ാം സാക്ഷിയുടെയും 15ാം സാക്ഷിയുടെ മുമ്പിൽ വെച്ചിട്ട് കസ്റ്റഡിയിലെടുക്കുന്നു. അത് ആ ഡ്രസ്സ് തൻ്റെതല്ല എന്ന് 1ാം സാക്ഷിക്കൊരു വാദമില്ല. 1ാം സാക്ഷിയുടെ അഭിഭാഷകനും അങ്ങനെ ഒരു വാദമില്ല. ആ ഡ്രസ്സിൽ 1ാം പ്രതിയുടെ DNA കൂടി എടുത്ത് 1ാം പ്രതിയുടേത് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു എന്നുള്ള ജഡ്ജ്മെൻറ്റിലെ ഫൈൻഡിങ്, അത് പ്രതിഭാഗം ഉയർത്തിയൊരു കണ്ടൻഷനല്ല. അതല്ലേ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷൻ. നേരെ മറിച്ച് ഈ കത്തി കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും പ്രൂവ് ചെയ്തു. DNA ആക്യുറേറ്റ് ആണെന്നും വന്നു കഴിഞ്ഞാൽ DNA എവിഡൻസ് കട്ട് ചെയ്യാത്ത കാലത്തോളം പ്രതി കുറ്റക്കാരനാണെന്ന് ഉറപ്പല്ലേ? അതുപോലെ തന്നെ 2ാമത്തെ കോടതിയുടെ കണ്ടെത്തൽ, ജഡ്ജിയുടെ വാദം എന്താണ്? ജഡ്ജി പറയുന്നത് നിങ്ങൾ ആ 1ാം പ്രതി ഉടുത്തിരുന്നു എന്ന് പറയുന്ന ആ മുണ്ട് DNA പരിശോധന നടത്തി 1ാം പ്രതിയുടെ DNAയും 1ാം പ്രതിയുടെ ബ്ലഡ് സാമ്പിൾ കൂടി ചേർത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ മാത്രമേ അയാളുടേതാണെന്ന് സംശയാതീതമായി തെളിയിക്കാനാകുമായിരുന്നുള്ളൂ. അതല്ല നികേഷ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ. അതായത് 1ാം പ്രതിയുടെ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത് 1ാം പ്രതി നയിച്ചാനയിച്ച് കൊണ്ടുപോയി 1ാം പ്രതിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അത് 1ാം പ്രതിയുടെ വീടാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് 1ാം പ്രതി എടുത്തു കൊടുക്കുമ്പോൾ അത് ബന്ധുവസിലെടുക്കുന്നത് 97ാം സാക്ഷിയാണ്. അതിന് സാക്ഷികളായി വരുന്നത്, മാസ്റ്ററിലെ സാക്ഷികളായി വരുന്നത് 12ഉം 15ഉം സാക്ഷികളാണ്. ഈ റിക്കവറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം പിന്നെ 1ാം പ്രതി പറയണം. അവിടെയാണ് സെക്ഷൻ 106 എവിഡൻസ് ആക്ടിലെ 106 എന്ന് പറയുന്ന തെളിവ് നിയമം വരുന്നത്. 1ാം പ്രതി അത് ഡ്രസ്സ് തൻ്റെതല്ല എന്ന് നിഷേധിക്കാത്ത കാലത്തോളം
ഒന്നാം പ്രതിക്കും അതായത് ഒന്നാം പ്രതിയുടെ അഭിഭാഷകനും ഇല്ലാത്തൊരു കേസ് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ഒരു സെക്ഷൻ ഇല്ലേ മിസ്റ്റർ നികേഷ്? അതായത് അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, തെളിയിക്കപ്പെട്ട വസ്തുതകൾ വീണ്ടും തെളിയിക്കണമോ? അത് മാത്രമല്ല, അതിലെ DNA തേടി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒന്നാം പ്രതിയുടെ അച്ഛൻ അതിനു മുമ്പ് ആ മുണ്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് DNA കിട്ടുമോ? അതായത് പൂർണ്ണമായും തെളിയിച്ച തെളിവുകളുള്ള സമയത്ത് അതിൻ്റെ അഡീഷണൽ ഒരു തെളിവിന് വേണ്ടി പോകണം എന്നുള്ളത് ഏത് രാജ്യത്തെ നിയമമാണ്? ഏത് നിയമത്തിലാണത് പറയണത്? ഇത് മഹസർ എടുക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതുപോലെ ഒരു തന്നെ മുഖം മൂടി, പൂർണ്ണമായ മുഖം മൂടിയിട്ട ആൾ എങ്ങനെയാണ് ആ വീട്ടിൽ സ- കൃത്യമായി ഈ പറയുന്ന കത്തിയും മുണ്ടും ഒക്കെ കണ്ടെടുത്ത് തരിക? നികേഷ്, എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം മുഖം മൂടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ട്രാൻസ്പെറൻ്റ് ആണ്, കണ്ണുകൾ കാണുന്ന രീതിയിലുള്ള മുഖം മൂടിയാണ്. മുഖം മൂടിയെക്കുറിച്ച് ഒരു ക്രോസ് എക്സാമിനേഷനിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുഖം മൂടി, അതായത് ജഡ്ജിൻ്റെ നികേഷ്, ഇന്ത്യൻ നിയമത്തിൽ നികേഷിനും അറിയുന്നതാണ്, ഒരു പ്രൂഡൻമെൻ്റ് ലെൻസിലൂടെ മാത്രമേ ഒരു ജഡ്ജ് വീക്ഷിക്കാൻ പാടുള്ളൂ. ജഡ്ജിൻ്റെ ലെൻസിലൂടെ ജഡ്ജ് വീക്ഷിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി ന്യായങ്ങളും ഞാൻ ഹാജരാക്കിയതാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കഴിയുന്നതിന് മുമ്പേ ജനങ്ങളാരും ഇവരെ കണ്ട് തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള നിലക്ക് മുഖംമൂടി പ്രതികളെ അണിയിച്ചു. ആ മുഖംമൂടി ജീപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ മുഖംമൂടി അഴിച്ചു മാറ്റിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അല്ലാതെ ബാലിശമായിട്ട് മുഖംമൂടി അണിച്ച് ഇതും പ്രതികൾക്കൊരു കേസില്ല. അതായത് മുഖംമൂടിയെക്കുറിച്ച് ഒരു ക്രോസ് എക്സാമിനേഷനിൽ ഒരു സെൻറ്റൻസ് പോലും ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ മുഖം മൂടി കണ്ണ് മുഴുവൻ മൂടപ്പെട്ട നിലയിൽ കൊണ്ടുപോയതാണ് എന്നുള്ള കൺക്ലൂഷനിലാണോ എത്തേണ്ടത്? അല്ലെങ്കിൽ മിസ്റ്റർ നികേഷ് പറഞ്ഞത് ശരിയാണ്, ആ മുഖം മൂടിയെ കുറിച്ച് ക്രോസ് എക്സാമിനേഷൻ നടത്തി ആ മുഖം മൂടി ആർക്കും കാണാത്ത രീതിയിൽ മുഴുവൻ കണ്ണ് മൂടപ്പെട്ട നിലയിലായിരുന്നു എന്ന് 97-ാം സാക്ഷിയോ 12ഉം 15 റിക്കവറി സാക്ഷികളോ കൂട്ടിലുള്ള സമയത്ത് ചോദിക്കണമായിരുന്നു. അല്ലാതെ ചോദിക്കാതെ ആ മുഖം മൂടിയുടെ ഉള്ള ഒരു കമൻറ്റ്, ഒരു ഒബ്സർവേഷൻ വിധിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഞാൻ ആവർത്തിച്ച് പറയുന്നു, പ്രതികൾക്കും പ്രതിഭാഗം വക്കീലന്മാർക്കും ഇല്ലാത്തൊരു കേസ് വിധിന്യായത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ റിയാസ് മൗലവിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത സിം കാർഡുകൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി കാണിക്കുന്നു. മാത്രമല്ല, അക്കാര്യത്തിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആരുമൊക്കെയായി റിയാസ് മൗലവി സംസാരിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിയുടേത് തന്നെയാണ് മുണ്ട് എന്ന് കണ്ടെത്താൻ ഒരുപക്ഷെ അയാളുടെ DNA പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഗുണകരമാകുമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന റിയാസ് മൗലവിയുടെ കൊലപാതകം നടന്ന മുറിയിലെ സിം കാർഡുകൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ അത് തള്ളിക്കളയാമായിരുന്നു. ഞാൻ പറയാം നികേഷ്, അതായത് സുപ്രീം കോടതിയുടെ ഒരു 3 ബെഞ്ച് റൂളിംഗ് ഉണ്ട്. അതായത് പ്രോസിക്യൂഷൻ ഈസ് നോട്ട് ബൗണ്ട് ടു മീറ്റ് ഓൾ ദ ഡിഫൻസസ്. അതാണ് അതിൻ്റെ തിയറി. റിയാസ് മൗലവി അവസാനമായി ഈ കേസിൽ വിളിച്ചത് തൊട്ട് പിന്നിലെ വീട്ടിലെ 1-ാം സാക്ഷി ഹാഷിമിനെയാണ്. അതായത് ലൈറ്റ് അണക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു പറഞ്ഞത്. അവസാനത്തെ കോൾ അതാണ്, അത് എവിഡൻസിൽ വന്നിട്ടുണ്ട്. റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും ഒരു കുഞ്ഞ് നോക്കിയ മൊബൈൽ ഫോൺ, അയാളുടെ ഫോൺ, അതുപോലെ തന്നെ കാർഡ് റീഡർ സിം കാർഡും കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രോസിക്യൂഷനോ ഡിഫൻസിനോ ഒരു കേസ് ഇല്ലാത്ത കാലത്തോളം ആർക്കാണ് കേസ്? ആ കേസിനെ കുറിച്ച് ആരോടാണ് ചോദിച്ച്, അതായത് എതിർവിസ്താരത്തിൽ ആരോടാണ് ചോദിച്ചത് ആ ഫോണിനെ കുറിച്ച്? നികേഷ് പറഞ്ഞത് ശരിയാണ്. ആ ഫോണിനെ കുറിച്ച് എതിർവിസ്താരത്തിൽ ആരോടെങ്കിലും, അതായത് ആ ഫോൺ സീസ് ചെയ്ത 97-ാം സാക്ഷിയോട് ചോദിച്ച് ആ ഫോണിൽ റിയാസ് മൗലവിക്ക് രാജ്യാന്തര ബന്ധങ്ങളോ ടെററിസ്റ്റ് ഗ്രൂപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ക്രോസ് ചെയ്ത് വരുത്തിയിരുന്നെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ അയക്കുമായിരുന്നു ആ ഫോൺ. നേരെ മറിച്ച് ആ ഫോണിൽ ഒന്നുമില്ലാത്തൊരു ഫോൺ, ആ ഫോണിലേക്ക് നുഴഞ്ഞു കയറി പ്രതികൾക്കും പ്രോസിക്യൂഷനും ഇല്ലാത്തൊരു കേസ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ട്രയൽ നല്ല രീതിയിൽ പോകാൻ പറ്റുമോ? ഫോണ് മാത്രമല്ല മിസ്റ്റർ നികേഷ്, റിയാസ് മൗലവിയുടെ റൂമിൽ നിങ്ങൾക്ക് അവരുടെ ആ കുഞ്ഞു കുട്ടിയും അതുപോലെ തന്നെ റിയാസ് മൗലവിയുടെ ഭാര്യയും ബന്ധുക്കളുമുള്ള ആൽബം കാണാം. ആ ആൽബത്തിലെ ആളുകളെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നൊരു ഫൈൻഡിങ് വന്നാൽ ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കുമോ? ആ ഫോൺ എന്ത് ബന്ധം? അതായത് എൻ്റെ ചോദ്യം, ആ ഫോണും ഈ കേസുമായിട്ട് എന്ത് ബന്ധം? ഡിഫൻസിന് ഇന്നേ വരെ, അതായത് 313(5) വകുപ്പ് പ്രകാരം ചോദ്യം ചോദിക്കുന്ന സമയത്തും പ്രതികളുടെ ഭാഗം സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്ന സമയത്തും ഡിഫൻസിന് ഇന്നേ വരെ ഒരു കേസില്ല, അതായത് ഇങ്ങനൊരു ഫോൺ ഏതെങ്കിലും തരത്തിൽ മറ്റാളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ഹാജരാക്കപ്പെട്ട നികേഷ് ഒരു കാര്യം, ഹാജരാക്കപ്പെട്ട തെളിവുകൾ,
ആ ഹാജരാക്കപ്പെട്ട തെളിവുകൾ ഒന്ന് മുതൽ 3 വരെ പ്രതികളിലേക്ക് കറക്റ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു മൊബൈൽ ഫോണിൻ്റെയും ഒരു ബാർപ്പട മുഖംമൂടിയുടെയും കാര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ദൗർഭാഗ്യകരം. മുഹമ്മദ് ഷായിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് സി ഷുക്കൂറിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. വളരെ വിചിത്രമാണെന്ന് തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ജഡ്ജ്മെന്റിലെ കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ള ഈ ഭാഗങ്ങൾ? ഞാൻ നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ച കാര്യങ്ങൾ കൂടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല, ഒരു ലുങ്കിയുടെ കാര്യം പറയുന്നുണ്ട്. ലുങ്കി എങ്ങനെയാണ് അടിയിൽ കീറുക? ലുങ്കി കേരളത്തിൽ അരക്ക് താഴെയല്ലേ ഉടുക്കുന്നത്, അരക്ക് മുകളിലല്ലല്ലോ എന്നൊക്കെ ജഡ്ജി കണ്ടെത്തുന്നുണ്ട്. നമ്മൾ വളരെ തമാശയാണ് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ. ഇങ്ങനെ തമാശയാണെന്നൊക്കെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ജഡ്ജിമെൻറ്റിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് തന്നെ ഭയങ്കര മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് ഞാൻ. അദ്ദേഹത്തിന് മുമ്പിലേക്ക് നാളെ എനിക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കണം, അദ്ദേഹം പറയുന്നത് ലുങ്കി ശരീരത്തിന് താഴെ ഉടുക്കുന്ന വസ്ത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ലുങ്കി പുതക്കാറില്ലേ? നമ്മൾ ലുങ്കി നമ്മൾ മുസ്ലിങ്ങളുടെ സാധാരണ നെരിയാണിക്ക് താഴെ ഡ്രസ്സ് താഴാൻ പാടില്ല. നമ്മൾ സാധാരണ പള്ളിയിലെ ഉസ്താദുമാരും അതുപോലെ ഇസ്ലാമിക വേഷം ധരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരൊക്കെ നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. നെരിയാണിക്ക് താഴെ പോകുന്നത് ഹറാമാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മുണ്ട് കുറച്ച് ഉയർത്തി കൊടുക്കും. വേണമെങ്കിൽ നെഞ്ചിലേക്കും ഉടുക്കാം. അങ്ങനെയുള്ള കുത്തുന്ന സമയത്ത് ആ മുണ്ടിലെ ഫൈബർ ആ കത്തിയിൽ കൊണ്ടാൽ ശരീരത്തിന് മേൽഭാഗത്ത് ഉടുക്കില്ല എന്നൊക്കെ ഒരു ജഡ്ജ് പറയാന്ന് പറയും. എന്താ അതിനെക്കുറിച്ച് പറയാ? വേറൊരു ഫൈൻഡിങ് എന്താ? പള്ളിക്ക് നേരെ എറിഞ്ഞ കല്ല് ടൈലിന് കൊണ്ടിട്ടുണ്ട്. ആ ടൈല് പൊട്ടിയിട്ടില്ല, സ്ക്രാച്ച് വീണതേ ഉള്ളൂ. സിമെന്റിൽ പിടിപ്പിച്ച ടൈല് ഒരു 6 അടി ദൂരത്ത് നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈല് പൊട്ടും എങ്ങനെയാണ് നമ്മൾ ഊഹിക്കുക? നമുക്ക് എങ്ങനെ പെസ്യൂം ചെയ്യാൻ പറ്റുക? ടൈലിന് സ്ക്രാച്ച് വീണ് തന്നെ ധാരാളമാണ്. മാസറിൽ ആ സംഭവ സ്ഥലം മാസറിൽ കൃത്യമായി ഷാഹിദ് വക്കീൽ എന്ന് പറയുമല്ലോ, കൃത്യമായി ആ കല്ലും സ്ക്രാച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട ജഡ്ജ് ചൈൽഡിഷ് എന്ന് പറയില്ലേ, ബാലിശമായ വാദങ്ങളാണ് പലപ്പോഴും ഉന്നയിക്കുന്നത്. നമ്മൾ ലുങ്കി നമുക്ക് ശരീരത്തിന് മേലെ ഉപയോഗിക്കാറില്ലേ? നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ഹെററാണ്, അദ്ദേഹത്തിന് മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ടാക്കാം, ചില മുൻവിധികൾ ഉണ്ടാകാം കാര്യങ്ങളോട്. ആ മുൻവിധി അതിനനുസരിച്ച് അദ്ദേഹത്തിന് താല്പര്യമുള്ള രീതിയിലേക്ക് പല തെളിവുകളും അദ്ദേഹം തന്നെ കണ്ടെത്തുകയാണ് ചെയ്തത്. നമ്മൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഷാ വക്കീലിനും ഷാജിദിനും എനിക്കൊക്കെ അറിയുന്നൊരു കാര്യം എന്താ? ജുഡീഷ്യൽ ഓഫീസർമാർക്ക് അവൈലബിളായ തെളിവുകൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഡിനൈ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തെ പറയില്ല. എന്താ അദ്ദേഹം പറഞ്ഞ തെളിവ്? ഇപ്പോൾ ഷാജിദ് വക്കീൽ പറഞ്ഞ തെളിവുകൾ ടവർ ലൊക്കേഷൻ എങ്ങനെയാണ് ഡിനൈ ചെയ്യാൻ പറ്റുക? ടവർ ലൊക്കേഷൻ്റെ കാര്യം വിശദമായി ഷാഹിദ് വക്കീൽ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം തന്നെ ഈ 2 തഹസിൽദാർമാർ സാക്ഷികളായിട്ട് സീസ് ചെയ്ത 27 റിക്കവറി പ്രകാരം സീസ് ചെയ്ത കത്തിയും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും ആ DNA കൊണ്ട് മാത്രം ആ ഡ്രസ്സ് ഇല്ലാതെ ആവുമോ? DNA പരിശോധിക്കണമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നുള്ളത്? അവർ ഈ മുഖംമൂടിയുടെ കാര്യം പറഞ്ഞു, ഷാഹിദ് വക്കീൽ വിശദമായി പറഞ്ഞല്ലോ. മുഖംമൂടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുഖംമൂടി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണ് കാണുന്ന മുഖംമൂടിയാണ്. കണ്ണ് കാണാൻ വേണ്ടി ചെറിയ ഹോൾ അവിടെ തുറന്നു കൊടുക്കും. ആ വീടിൻ്റെ അകത്തെത്തുമ്പോൾ മുഖംമൂടി മാറ്റുന്നുണ്ട്. ആ മുഖംമൂടി അഴിഞ്ഞ ആൾ നമ്മളെ പറഞ്ഞ് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തിയവരുണ്ട്. ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡിൽ പള്ളിയിലെ ഇമാമ് 2ാം പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ 2ാം പ്രതിയെ പള്ളി ഇമാമായ 2ാം സാക്ഷി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേ കൃത്യമായി കോടതിയുടെ പ്രതി ബോക്സിൽ നിന്ന് ആൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3ാം സാക്ഷിയായ അമീദ് എന്ന് പറയുന്നയാൾ 1ഉം 3ഉം സാക്ഷികളെ IT പരേഡിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ IT പരേഡ് നടക്കുന്നതിന് മുമ്പ് അവരുടെ മുഖം മൂടി മാറ്റാൻ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നിയമം അറിയണ്ട, സാധാരണ മനുഷ്യന്മാർക്കും പോലും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ ഘട്ടങ്ങളിൽ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ പോലീസ് ശ്രമിച്ചത്. അതൊരു കുറ്റകൃത്യമായിട്ടാണോ നമ്മൾ കാണേണ്ടത്? അതൊരു വീഴ്ചയായിട്ടാണോ കാണേണ്ടത്? ബഹുമാനപ്പെട്ട കോടതിക്ക് ചില ട്രാക്കുകളുണ്ട്. ആ ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമായ സംഗതി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എവിഡൻസിൽ നിന്ന്. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഇതിനകത്ത് ഈ കോമൺ ഇൻറ്റൻഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സുപ്രധാനമായിട്ടുള്ള ന്യായവാദം. ക്രിമിനൽ കോൺസ്പിറസി എന്ന ആവശ്യമില്ല, ക്രിമിനൽ കോൺസ്പിറസി എന്ന ആരോപണം തന്നെ ഇല്ലല്ലോ. അപ്പോൾ RSS എന്ന ഒരു പൊതുകാര്യം, ആ പൊതുകാര്യത്തിൽ യോജിച്ച 3 പ്രതികൾ, അവർക്കൊരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടാകണമെങ്കിൽ
അവർക്ക് മുസ്ലിം വിരോധമുണ്ടാകണം. ആ മുസ്ലിം വിരോധത്തിനാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. താങ്കൾ വിധിന്യായം വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും 5 മുസ്ലിങ്ങളെ 3 ഇടങ്ങളിലായി ആക്രമിച്ചു. അതിൽ CW50 മുതൽ 55 വരെയുള്ള സാക്ഷികൾ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ അതിൽ ഒരാളെ മാത്രമേ വിസ്തരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതിനകത്ത് ക്വാണ്ടിറ്റി ആണോ ക്വാളിറ്റി ആണോ പ്രധാനം സാക്ഷികളുടെ എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നു. പക്ഷേ ഒരു പൊതു ഇൻറ്റൻഷൻ, അതാണ് പ്രധാന ചോദ്യം. നമ്മൾ ഈ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഷാജിദ് അതിനേക്കാൾ വിശദമായിട്ട് ആ ഭാഗം പറയുമെങ്കിലും ഞാൻ പറയാം. ഞാൻ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ 4 വർഷം, എനിക്കറിയാലോ. നമ്മൾ പ്രോസിക്യൂഷൻ ഒരു 4, 5, 6 സാക്ഷികളെ പോലീസ് മെമ്മോ ഓഫ് എവിഡൻസിൽ, ഞാൻ വരാം താങ്കളിലേക്ക്, അഡ്വക്കേറ്റ് ഷുക്കൂർ ഒന്ന് പൂർത്തിയാക്കട്ടെ. മെമ്മോ ഓഫ് എവിഡൻസിൽ മെമ്മോ ഓഫ് എവിഡൻസിൽ സാധാരണ 1-ൽ കൂടുതൽ സാക്ഷികളെ നമ്മൾ ഒരേ സംഗതിക്ക് വേണ്ടി സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായ സാക്ഷി എന്ന് തോന്നുന്ന ഒരാളെ വിസ്തരിച്ചാൽ ആ പർപ്പസ് സെർവ് ചെയ്യപ്പെട്ടു. നമ്മൾ 5 ആൾ പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും ഒരേ സംഗതിയാണ് പറയുന്നത്. നമ്മൾ 1-ൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കേണ്ട ഘട്ടം എപ്പോഴാണ്? ഈ സാക്ഷികൾ വ്യത്യസ്തമായ കാര്യം പറയണമെങ്കിൽ ഘട്ടങ്ങളിൽ മാത്രം. ഒരേ പോയിന്റ് പ്രൂവ് ചെയ്യാൻ 1-ൽ കൂടുതൽ ആൾ വിസ്തരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, സെക്ഷൻ 34, അത് വിശദമായി ഷാഹിദ് വക്കീൽ പറയും. സെക്ഷൻ 34 ആണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 302-ൻ്റെ കൂടെ 153-ൻ്റെ കൂടെ 452-ൻ്റെ കൂടെ സെക്ഷൻ 34 IPC. എന്താ 35 IPC? ഷാ വക്കീൽ പറയുമല്ലോ. എന്താ 34 IPCയുടെ സംഗതി? 120B എന്ന് പറയുന്നതിന് തുല്യമായ സംഗതിയാണ് സെക്ഷൻ 34. 34 വരുന്നതോട് കോമൺ ഇൻറ്റൻഷൻ ഉണ്ട്. കോമൺ ഇൻറ്റൻഷൻ എന്താ? ഒരേ ബൈക്കിൽ 3 പേരും അവർക്ക് സാധാരണ പോകാത്തൊരു സ്ഥലത്തേക്ക്, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലത്തേക്ക്, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമുള്ളൊരു പള്ളിയിലേക്ക്, മുസ്ലിം പണ്ഡിതൻ താമസിക്കുമെന്ന് സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് അവർ ഒരു ബൈക്കിൽ വരുന്നത് കോമൺ ഇൻറ്റൻഷനോട് കൂടിയല്ലേ? അത് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തും തെളിവാണ് വേണ്ടത്. ബാക്കി വിശദമായിട്ട് ആ കേസിൻ്റെ ഓരോ പോയിന്റും വിശദമായി ഷാഹിദ് പറയുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് പകുന്നില്ല. അതൊക്കെ ബാലിശമായ വാദമാണ്. സെക്ഷൻ 34 ഉണ്ടല്ലോ അതിൽ. സെക്ഷൻ 34 125-ക്ക് 120Bക്ക് തുല്യമല്ലേ സെക്ഷൻ 34? ഇനി 3-ൽ കൂടുതൽ 4, 5 പ്രതികൾ 149 നമ്മൾ ചേർക്കും IPCയിൽ. എന്താ അതിൻ്റെ ഉദ്ദേശം? അതൊക്കെ IPC വിശദമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 34 എവിടെയാണ്, 149 എവിടെയാണ്, 120B വരേണ്ട സാഹചര്യം ഏതാണ്? അതൊക്കെ ഈ കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നൊരു സംഗതി. അവർ 3 പേര് ഒന്ന് ചേർന്ന് ഒരേ ലക്ഷ്യത്തോടു കൂടി ഒരേ സ്ഥലത്തെത്തി. ഒരാൾ പള്ളിക്ക് പുറത്ത് കാവൽ നിന്ന്, ഒരാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന്, ഒരാൾ പള്ളിയുടെ റിയാസ് മൗലവി കിടക്കുന്ന ബെഡ്റൂമിൽ കയറി കൊന്നു. 1-ാം പ്രതി കൊന്നു, 2-ാം പ്രതി ഹൗസിന് പുറത്ത് കാവൽ നിന്ന്, 3-ാം പ്രതി ആ 2 പേരും തിരിച്ചു വന്നപ്പോൾ ബൈക്കിൽ കയറ്റി അവരെ കൊണ്ടുപോയി. അതിനപ്പുറത്ത് എന്ത് തെളിവ് ഹാജരാക്കേണ്ടത്? അവരുടെ 3 പേരുടെയും ടവർ ലൊക്കേഷൻ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അവർ 3 പേരും 11:45 മുതൽ ആ സംഭവം കഴിയുന്നതുവരെ അവിടെ ആ പള്ളിയുടെ പരിസരത്തിലുണ്ടായിരുന്നു. അത് 2-ാം സാക്ഷിയുടെ ഉസ്താദിൻ്റെ മൊബൈൽ ടവർ, അവരുടെ മൊബൈൽ ടവർ ഒരേ സ്ഥലത്തായിരുന്നു. അതൊക്കെ കോടതിയിൽ തെളിയിക്കപ്പെട്ടെന്ന് ഷാഹിദ് ഇപ്പോൾ പറഞ്ഞില്ലേ? അപ്പം അങ്ങനെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും ഈ കേസ് വിട്ടുപോകുന്നതിന് കാര്യം എന്താണ് എന്ന് അത് ഹ്യൂമൻ എററാണ്. ബഹുമാനപ്പെട്ട ജഡ്ജ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വന്ന ജുഡീഷ്യൽ എററായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾ പറഞ്ഞത് റീസണിങ്ങിൽ യോജിപ്പില്ല എന്നാണ്. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, പുനരന്വേഷണം വേണമെന്നാണ്. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം, പോലീസിൻ്റെ പിടിപ്പുകേടാണ്, മാത്രമല്ല ലുങ്കി DNA-ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നതടക്കമുള്ള ജഡ്ജിമെൻറ്റിലെ വാദങ്ങൾ മുസ്ലിം ലീഗ് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. 2, സുപ്രഭാതം ദിനപത്രം ഇന്ന് അതിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത് RSS നേതാക്കൾ ഉൾപ്പെടുന്ന കേസിൽ തുടർച്ചയായി വീഴ്ച സംഭവിക്കുന്നു. തെളിവ് ശേഖരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തുകളിയോ മധ്യസ്ഥതയോ സംശയിക്കണം. സമീപകാല കോടതി വിധികൾ മുഴുവൻ പക്ഷപാതം ഉറച്ചു നിൽക്കുന്നു. RSS പ്രതികളായി വരുന്ന കേസുകളിൽ മെല്ലെപ്പോക്കുണ്ട്. ഷാൻ രഞ്ജിത്ത് ശ്രീനിവാസൻ വധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വേറൊന്ന് P. ജയരാജൻ്റെ വധശ്രമക്കേസിൽ RSS പ്രതികളെ വെറുതെ വിട്ടതാണ്. അത് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. പക്ഷേ ഇതിനകത്ത് പ്രോസിക്യൂഷൻ്റെ പരാജയത്തെക്കുറിച്ച്, പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ച് വാചാലരാവുകയാണ് മുസ്ലിം ലീഗ്. ഞാനിപ്പോൾ ഷാജിത്ത് വക്കീൽ അതിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹമാണ് ഒരു പക്ഷേ ഇതിൻ്റെ അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ വന്ന് വാദിക്കേണ്ടതുമാണ്. അവിടെ റേസ് ചെയ്യപ്പെട്ടേക്കാവുന്ന കണ്ടൻഷനാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയുടെ മുമ്പിൽ വരാൻ പോകുന്ന കാര്യമാണ്. ഇതെല്ലാം തെറ്റാണ് എന്ന് ഒരു മാധ്യമ വിചാരണയിലിരുന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ മരണപ്പെട്ടു പോയ വിക്ടിമിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചേ മതിയാവും. ഈ വാദങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ച്
കേസ് ജയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ലീഗൽ ആർഗ്യുമെൻസിനൊന്നും അതിനോട് തടസ്സപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അതൊക്കെ നല്ലത് തന്നെ, അങ്ങനെ വാദിച്ചവർ ജയിക്കണം. കാരണം അത് അല്ലെങ്കിൽ വല്ലാത്തൊരു അനീതിയായി പോകും ഈ രാജ്യത്ത്, ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയായി പോകും ഇവിടുത്തെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ. പക്ഷേ ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല എന്ന് ആദ്യമായി പറഞ്ഞത് ഷുക്കൂർ വക്കീലാണ്. ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല എന്ന് 30/3/2017 മുഖ്യമന്ത്രിയെ കണ്ട് പറയുമ്പോൾ അദ്ദേഹം എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാദം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫൈനൽ, അതായത് നമ്മുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇവരുടെ RSS BJP ബന്ധത്തെ ഇന്റൻഷനലായി മറച്ചു വെച്ചു. അപ്പം അങ്ങനെ ഇന്റൻഷനലായി RSS BJP ബന്ധങ്ങളെ മറച്ചു വെക്കണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? അതിനൊരു റീസൺ വേണ്ടേ? ഞങ്ങൾ പറഞ്ഞതല്ല, മുഖ്യമന്ത്രിയും P. കരുണാകരനും ഇരിക്കുന്ന സമയത്ത് ഉന്നയിച്ച ഒരു കാണും. പിന്നെ അതുപോലെ UAP ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു, റിമാൻഡ് റിപ്പോർട്ട് ആ ഭാഗത്ത് പറഞ്ഞു, കൊലപാതകത്തിന്റെ പ്രേരണ അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഗോൾഡൻ അവേഴ്സ്. അതായത് 20/3/2017 കൊല്ലപ്പെട്ടു റിയാസ് മൗലവി. 30/3/2017 വരെയുള്ള 10 ദിവസം. ആ 10 ദിവസം ആ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ഗോൾഡൻ പീരീഡാണ്. ആ 10 ദിവസം നടത്തിയ തെറ്റുകൾ പറഞ്ഞപ്പോൾ RSS BJP ബന്ധം എടുത്തു പറഞ്ഞിട്ടില്ല. അത് മറച്ചു വെച്ചു, ഇന്റൻഷനലി മറച്ചു വെച്ചു. അത് ഉപയോഗിച്ച വാക്കുകളല്ല, മാത്രവുമല്ല പ്രതികളാക്കപ്പെട്ടവരുടെ സംഘ് പരിവാർ ബന്ധം സമർത്ഥമായി മൂടിവെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ RSS BJP ബന്ധത്തെ ഒരു പരാമർശം പോലും രേഖകളിൽ ഒരിടത്തും വരാതിരിക്കുവാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ വെച്ചിട്ടുണ്ട് സാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന കാര്യം ആദ്യം തന്നെ ഉന്നയിക്കപ്പെട്ടു എന്നതിന് തർക്കമില്ലല്ലോ. അപ്പോൾ ആ ബന്ധത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മുതൽ അതുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് പറയുന്നത്, ഈ കേസിൽ ദൃക്സാക്ഷികളില്ല. സാക്ഷികൾ പലപ്പോഴും ഇത്തരം കേസുകൾ കിട്ടാറില്ല. സാഹചര്യ തെളിവുകളാണ് അതിനകത്തുള്ളത്. മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മോട്ടീവ് പ്രൂവ് ചെയ്തുകൊണ്ട് വേണം ഇതെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്. അയാൾ RSSകാരനാണ്, മുസ്ലിം വിരുദ്ധത അയാളുടെ ബ്രെയിനിൽ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണ്. അത് ഒരു ഫാക്റ്റാണ്, അതല്ലാന്നല്ല പറയുന്നത്. അവർ RSSകാരനുമാണ്, അത്തരം ചിന്താഗതിയുള്ള ആളുകളും തന്നെയാണ്. അത് അവർ അവിടെ ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നു താനും, അതിന് തർക്കമൊന്നുമില്ല. അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ശിക്ഷിച്ചിട്ടില്ല. അതിന് പറഞ്ഞിരിക്കുന്ന 2-3 ഇൻസിഡൻസ് പറഞ്ഞു. അതിലൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് 7/6/2016 7/6/2016 ഇവര് 2 പേര് ചേർന്നിട്ട് ഒരാളെ ആക്രമിക്കുകയാണ്, PW32 ആക്രമിക്കുകയാണ്. അതിനൊരു ക്രൈം 318/2016 എന്ന് പറഞ്ഞൊരു ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ ക്രൈമിനകത്ത് പോലും പ്രോപ്പറായിട്ടുള്ള സെക്ഷനുകൾ ആഡ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ കോടതി വിധി പറയുന്ന, ഈ പറഞ്ഞ മോട്ടീവ് പറയുന്ന കൂട്ടത്തിൽ അതിലേക്ക് പോകാനുണ്ടായ കാരണം, അവിടെയും ഷുക്കൂർ വക്കീൽ ആരോപിച്ചതുപോലെ RSS BJP വിഷയത്തിൽ നടത്തുന്ന മൃദു സമീപനം ആ കേസിലും ഉണ്ടായിരുന്നു. അതായത് ഭരണത്തിൽ വന്ന് 14-ാം ദിവസം എടുത്ത ക്രൈമിൽ പോലും ആ സമീപനം ഉണ്ടായിരുന്നു. ആ സമീപനം എടുത്തതുകൊണ്ട് ഈ കേസിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞതെല്ലാം തെറ്റ് എന്ന് വാദിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് അപ്പീലിൽ ഈ കേസ് ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. അത് കോടതി അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തി. അതിനുശേഷം എടുത്തിരിക്കുന്ന മറ്റു പല കേസുകളിലും ക്രൈമുകൾ തന്നെ എടുത്തിട്ടില്ല. 18/3/2017 ഇൻസിഡന്റ് സംബന്ധിച്ചിട്ട് ക്രൈം എടുത്ത് കാണുന്നില്ല. അതേപോലെ തന്നെ 2016 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്, അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. ഒരു പ്രൊട്ടക്റ്റീവ് ഹാൻഡ്സ് RSSന് അല്ലെങ്കിൽ BJPക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിക്രമം ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ ചർച്ച താങ്കൾ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ മറുപടി വാങ്ങാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ കാര്യങ്ങൾക്ക് അഡ്വക്കേറ്റ് C. ഷുക്കൂറിന് മറുപടി നൽകാനുണ്ടാകുമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ്, ഈ RSS ആണോ എന്ന് എങ്ങനെയാണ് തെളിയിക്കുക? RSSന് രജിസ്റ്ററോ വല്ലതും ഉണ്ടോ? RSSന് രജിസ്റ്റർ ഉണ്ട്. ശാഖയിൽ വരുന്നവരുടെയും ശാഖയിൽ വയ്ക്കുന്നവരുടെയൊക്കെ കൃത്യമായ രജിസ്റ്റർ RSSൻ്റെ കാര്യാലയങ്ങളിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിലുമുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോ എത്ര RSS പ്രവർത്തകരുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ RSSന്റെ കയ്യിൽ രേഖയുണ്ട്. RSSന് രേഖയുണ്ട്. കൃത്യമായ രേഖകളും കണക്കുകളും ഉണ്ട്. ആരൊക്കെയാണ് RSSൻ്റെ പ്രവർത്തകർ, ആരൊക്കെയാണ് അതിൻ്റെ ചുമതലകളിലിരിക്കുന്നവർ,
ഓരോരുത്തരുടെയും ചുമതല എന്താണ്, അവരുടെ പ്രവർത്തന മേഖല ഏതാണ്, ഏത് പ്രദേശത്താണ് അവർ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ളതിൻ്റെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു സംഘമാണ് RSS. അതായത് ഉത്തരവാദപ്പെട്ടവര്, ചുമതലകൾ ഉള്ളവർക്ക് മാത്രമാണോ അതോ എല്ലാ RSS ശാഖയിലെത്തുന്ന എല്ലാ ഗണവേഷത്തിലുള്ള എല്ലാവരുടെയും കണക്കുണ്ട്? റെഗുലറായി ശാഖയിൽ പോകുന്നവരുടെ ലിസ്റ്റ് അതിൻ്റെ അതാത് ശാഖയുടെ ഉത്തരവാദിത്തമുള്ള മുഖ്യശിക്ഷകൻ്റെ കയ്യിലുണ്ടാകും. അതിൻ്റെ മണ്ഡല ഓരോ ചുമതലയുള്ളവരുടെ കയ്യിലും അതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ടാകും. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിസ് കോൾ അടിച്ചാൽ നമുക്ക് അംഗത്വം ലഭിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംഗത്വ കൂപ്പണുണ്ട്. ആ കൂപ്പൺ കിട്ടിയാൽ അംഗത്വമാകും. ഇപ്പോൾ ഒരു RSSകാരനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അതായത് ഇപ്പോൾ RSSന് പുറത്ത് ഇയാൾ RSSകാരനാണോ അല്ലയോ എന്നറിയാൻ എന്തെങ്കിലും ഒരു കൂപ്പൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി രേഖ അല്ലെങ്കിൽ സംഘടനാ രേഖ? അല്ല, അത് പുറത്തുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ. ഇപ്പോൾ ഒരാൾ കോൺഗ്രസ് പ്രവർത്തകനാണോ, അയാൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന്, അയാൾ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് അയാൾ പറഞ്ഞാൽ അയാൾ മെമ്പറാണ്. അല്ല കോൺഗ്രസ്, അതാ ഞാൻ പറഞ്ഞത് സാറേ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംഗത്വം ഒരു കൂപ്പൺ ഉണ്ടല്ലോ, ആ കൂപ്പൺ കീറി നമുക്ക് തരും. ആ കീറിയ കൂപ്പൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കാരനാണ്. BJPയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ദൃശ്യം അതാണല്ലോ. അതായത് BJP ഒരാളെ പുതുതായി അംഗത്വത്തിൽ ചേർക്കുന്ന ഒരു കൂപ്പൺ കൊടുത്തിട്ടാണ്, കോൺഗ്രസ് ഒരു കൂപ്പൺ കൊടുത്തിട്ട്. ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുറത്ത് ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാനാണ് എങ്കിൽ വല്ല കൂപ്പണും കയ്യിൽ ഉണ്ടാകുമോ എന്നാണ്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അതായത് കൂപ്പണൊക്കെ എടുത്ത് കാണിച്ച് ഞാൻ RSSൽ ചേർന്നിരിക്കുന്നു എന്നൊക്കെ കാണിച്ച് ജനങ്ങളുടെ പിന്തുണ അതിൻ്റെ ഒരു പബ്ലിസിറ്റി കിട്ടുക, ആ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സംഘടനയല്ല RSS. ഇപ്പോൾ ഇവിടെ ഈ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്തും ഒക്കെ RSSനെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ ആയിരക്കണക്കിന് സ്വയംസേവരെ പൊക്കി അകത്തിട്ടത്? ഇവർ ഈ പറഞ്ഞ പോലെ രേഖകളുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പല കേസുകൾ നടക്കുന്നു, ഒക്കെ RSS പ്രവർത്തകർ എന്നും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? അല്ലാതെ നോക്കുക, ആ ഘട്ടത്തില് ശരിയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം RSSകാർ എന്ന് തോന്നിയ അല്ലെങ്കിൽ ജനതാ പാർട്ടിക്കാരെന്ന് തോന്നിയിട്ടുള്ള ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം താങ്കൾക്കറിയാമല്ലോ ശ്രീ ഷാബു പ്രസാദ്, പ്രതികളുടെ ഒരു കോമൺ ഇന്റൻഷൻ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത്. അപ്പോൾ RSS എന്ന ഒരു പൊതു കാര്യത്തിലേക്ക് പ്രോസിക്യൂഷൻ എത്താൻ കഴിഞ്ഞിട്ടില്ല, അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘം ഗണവേഷത്തിലുള്ള ഇവരുടെ പടം നൽകിയിട്ടുണ്ട്, പക്ഷേ അത് സ്വീകാര്യമായില്ല കോടതിക്ക്. ഇല്ലേ, അങ്ങനെ നൽകിയിട്ടില്ലേ? ഗണവേഷത്തിലുള്ള ചിത്രം നൽകിയിട്ടുണ്ടോ ശ്രീ അഡ്വക്കേറ്റ് T. ഷാജിത്ത്? നൽകിയിട്ടുണ്ട്. അതിനു മുമ്പേ ഈ പ്രതികൾ RSSകാരാണ് എന്നുള്ളതും കോമൺ ഇൻറ്റൻഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു മിസ്റ്റർ ദിഗേഷ്, ഇനി പ്രതികൾ RSSകാരാണെന്ന് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് തെളിയിക്കാൻ കഴിയാതെ പോയാൽ പ്രതികൾക്കെതിരെ മറ്റ് തെളിവുകൾ ഉണ്ട്. അതായത് മറ്റ് തെളിവുകൾ പ്രതികൾ പള്ളിയിലേക്ക് വന്നു എന്നും രാത്രി 12 മണിക്ക് ശേഷം 2ഉം 3ഉം 1ഉം പ്രതിക്കും പള്ളിയിൽ കയറേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കാൻ വന്നതല്ലല്ലോ. അപ്പം ശാസ്ത്രീയ തെളിവുകളും 2ാം സാക്ഷി ഖത്തീബും 3ാം സാക്ഷി ഹമീദും പാട്ട്ലി അവരെ കാണുന്നു എന്നും വന്നു കഴിഞ്ഞാൽ 1ാം സാക്ഷിയാണ് ഈ മേർഡർ നടത്തിയത് എന്ന് പൂർണ്ണമായും തെളിഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഇന്റൻഷൻ ആ മൊമെന്റിലും ഇൻഫർ ചെയ്യാം. അതായത് ഒരുപാട് സുപ്രീം കോടതിയുടെ വിധികൾ, അനേകം വിധികൾ കേരള ഹൈക്കോടതിയുടെ അല്ലാതെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാനത് ശ്രീ ഷാബു പ്രസാദിനോട് ചോദിച്ചപ്പോൾ താങ്കളുടെ കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ശ്രീ മുഹമ്മദ് ഷാ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരുന്നുണ്ട്. ഷുക്കൂർ, അതിന് മറുപടി ഒന്ന് പറയാമോ? നികേഷ്, ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, റിയാസ് മൗലവിയുടെ കേസ് ഒറ്റപ്പെട്ടൊരു കേസല്ല. 2008 മുതൽ കാസർഗോട്ട് ഹിന്ദു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ മാത്രം 6 പേരും ഹിന്ദുക്കൾ 3 പേരും 9 പേരും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2008, 2011, 2013, 2014 വർഷങ്ങളിൽ.
നമ്മുടെ കാസർഗോഡുകാർ, ഞാൻ നേരത്തെ പറഞ്ഞു, കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി മതത്തിന്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അതല്ല അഡ്വക്കേറ്റ് ഷുക്കൂർ, നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർമാർ പരാജയപ്പെട്ടു എന്ന് 30/3/2017 താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാണ് അതിലേക്കാണ് വരുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ആശങ്ക പങ്കുവെക്കുന്നത്? ഇതിൻ്റെ മുമ്പ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കമുള്ള സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് സാബിത്ത് എന്ന് പറയുന്നയാളും അതുപോലെ സൈനുൽ ആബിദ് എന്ന് പറയുന്ന ആളും കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊല്ലപ്പെട്ട ഘട്ടങ്ങളിൽ ഞങ്ങൾ UAPA ചേർക്കണമെന്ന് അന്ന് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. ആ പ്രതികളെല്ലാം വെറുതെ വിടുന്നൊരു സാഹചര്യമാണ് കോടതിയിൽ ഉണ്ടായത്. അന്ന് ആരെങ്കിലും പോലീസും പ്രോസിക്യൂഷനും അന്നത്തെ UDF-ഉം BJP-യും സഖ്യം നടത്തിക്കൊണ്ടെന്നാണ് ആക്ഷേപം ഉണ്ടായിരുന്നു. അല്ല, ഈ സംഗതികളിൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ ജാഗ്രത കാണിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. അതിൽ ഇങ്ങനെയുള്ള ഇന്ന സംഗതികൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ UAPA വേണമെന്നില്ല ഞങ്ങളുടെ ആവശ്യമായിരുന്നു. അതിൻ്റെ മുമ്പുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാബിത്തായാലും സൈനുൽ ആബിദ് ആയാലും റിഷാദ് ആയാലും മുഹമ്മദ് ആയാലും നമ്മുടെ വക്കീൽ എൻ്റെ സുഹൃത്ത് ഒരു അഭിഭാഷകൻ കൊല്ലപ്പെടുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്തൊന്നും UAPA ആഡ് ചെയ്തിട്ടില്ല, UAPA ഇൻവോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് മുസ്ലിം സമുദായത്തെ ത്രെട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. അതുകൊണ്ട് സെക്ഷൻ 15 പ്രകാരം UAPA ആക്ട് പ്രകാരം ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ വാദം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ വാദങ്ങൾ മുഴുവൻ കേട്ടു. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയും 302, 153 വരുന്ന കേസുകളിൽ UAPA ആഡ് ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ ഈ ഒരു കേസിൽ മാത്രം നിൽക്കില്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഭാവിയിൽ കേസുകൾ വരാം. അങ്ങനെ വരുമ്പം എല്ലാ 302 കേസുകളിലും 153 കേസുകളിലും UAPA ആഡ് ചെയ്യുന്നൊരു സാഹചര്യം വരാൻ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് വഴങ്ങിത്തരാൻ കഴിയില്ല. ഞങ്ങളുടെ ഒരു പെർട്ടിക്കുലർ കേസിൽ ആവശ്യക്കാരെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട്, സ്റ്റേറ്റ് ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്നത് 153യും 302 തന്നെ സഫീഷ്യൻ്റായി ഇത്തരം കേസുകളെ, ഇത്തരം ക്രിമിനലുകളെ തളക്കാൻ വേണ്ടി പര്യാപ്തമാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഷുക്കൂർ, ഈ RSS BJP ബന്ധം യഥാർത്ഥത്തിൽ മറച്ചു വെക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആക്ഷേപം ഉന്നയിക്കുന്നത്. ശ്രമം, യെസ്, അതെ, ഞാൻ പറയാം. അത് ഒന്നാമത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ആ സംഗതി ഉണ്ടായിരുന്നില്ല. ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കോപ്പി എടുത്തിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആശങ്ക ദൂരീകരിക്കുന്നില്ല. ഫൈനൽ റിപ്പോർട്ട് നേരത്തെ ആദ്യത്തെ വാചകം ഷാഹിദ് വക്കീൽ വായിച്ചു. ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അതിനാവശ്യമായ 4 സാക്ഷികൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലം വിചാരിച്ച് ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസിനെ കിട്ടാൻ പ്രയാസമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണൽ റൈറ്റ് കഴിഞ്ഞാൽ മുസ്ലിമിനെ കൊന്നതിന് മുസ്ലിമായ ആളെ അല്ലാണ്ട് വേറൊരാൾ സാക്ഷി കിട്ടില്ല. ഹിന്ദുവിനെ കൊന്നാൽ ഹിന്ദുവിനെ അല്ലാതെ സാക്ഷി കിട്ടില്ല. നേരത്തെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞല്ലോ RSSന് രേഖകളുണ്ടെന്ന്. ആ രേഖ പബ്ലിക്കലി അവൈലബിൾ ആണോ? പോലീസ് ഒരു 41 പ്രകാരം നോട്ടീസ് കൊടുത്താൽ, അല്ലെങ്കിൽ 91 പ്രകാരം നോട്ടീസ് കൊടുത്താൽ RSS ശാഖയിലെ ലിസ്റ്റ് പോലീസിന് ഹാജരായി കൊടുക്കുന്ന സാഹചര്യം നിലവിലുണ്ടോ? പോലീസ് റൈഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അത് എവിടെയുണ്ടെന്ന് അറിയോ? അങ്ങനെ അവർ പബ്ലിഷ് ചെയ്യുന്നൊരു സാഹചര്യമാണോ? വെബ്സൈറ്റ് ഉണ്ടോ? അവർക്കില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുക? RSSകാരായാലെ ഇവർ RSS ആണെന്ന് കാണിക്കാൻ വേണ്ടി സൈറ്റ് ചെയ്ത കാര്യം ഷാഹിദ് സൂചിപ്പിച്ചല്ലോ. ആ സൈറ്റ് ചെയ്ത സാക്ഷികൾ മുഴുവൻ ഹോസ്റ്റലിലായി. അവിടെ കാസർഗോട്ട് ആർക്കാണ് RSSകാർ എന്ന് പറയുന്ന സാക്ഷ്യപ്പെടുത്താൻ RSSകാർക്കേ കഴിയൂ. അവർ ഹോസ്റ്റലായ സമയത്ത് ഷാഹിദ് വക്കീൽ വിശദമായ അവരെ ക്രോസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അവരുടെ ഈ സംഗതി പോലീസിന് അഡീഷണൽ വിറ്റ്നസ് ലിസ്റ്റായിട്ടാണ് വീണ്ടും ഈ RSSകാരെ ഈ സാക്ഷികളായി ചേർക്കുന്നത്. അത് വിശദമായിട്ട് തന്നെ ഷാഹിദ് വക്കീൽ ആ കാര്യം പറയാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ആശങ്ക മുഖ്യമന്ത്രിയോട് പങ്കുവെക്കുന്ന സമയം ഇനീഷ്യൽ സ്റ്റേജ് ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സംഗതി ഏറ്റെടുത്തതിന് ശേഷം വിശദമായി ആ അന്വേഷണം നടത്തി ആ കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് RSSകാരാണ് കുറ്റകൃത്യം ചെയ്തത് എന്നത് അന്തിമ റിപ്പോർട്ടിൽ ഇടം പിടിച്ചത്. അല്ലെങ്കിൽ ഇടം പിടിക്കില്ലല്ലോ. നമ്മൾ പറയുന്നത് വളരെ സൂക്ഷ്മമായി അതിൻ്റെ മുമ്പ് നടന്ന ക്രൈമുകളിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന കാലത്ത് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഈ കേസിലെ പ്രതികൾ 7 വർഷം ജയിലിൽ കിടന്നത്. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് മുഹമ്മദ് ഷാക്ക് അറിയാലോ, 2014 സൈനുൽ ആബിദീൻ കൊല്ലുന്ന സമയത്ത് മുഹമ്മദ് ഷാ ഹൈക്കോടതിയിൽ പ്രോസിക്യൂട്ടറായിരുന്നു. ഞാൻ ജില്ലാ കോടതിയിൽ പ്രോസിക്യൂട്ടറായിരുന്നു. സൈനുൽ ആബിദീനെ കൊന്ന ആ കേസിൽ ഞങ്ങൾ ശക്തമായി ജില്ലാ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അവർക്ക് തടവ് വിചാരണ വേണമെന്നാണ്, കസ്റ്റോഡിയൽ ട്രയൽ വേണമെന്നാണ്. ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ബെയിൽ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത ഓർഡറിൽ ഈ കേസ് 153 302 ഉള്ളതാണ്. കാസർഗോഡിൻ്റെ പ്രത്യേക പശ്ചാത്തലം കണക്കാക്കണം. അവർക്ക് തടവ് വിചാരണ നിർബന്ധമായി നൽകേണ്ട കേസാണ്. അതുകൊണ്ട് ഞാൻ ബെയിൽ നിഷേധിക്കുന്നെന്ന് ജില്ലാ ജഡ്ജി ശക്തിധരൻ സാർ ഓർഡർ എഴുതി. ആ ഓർഡറിനെതിരെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷായും T ആസിഫ് അലിയൊക്കെയുള്ള ഹൈക്കോടതിയിലേക്ക് RSSകാർ പോയി. അവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്?
ആ കേസിൽ നമുക്ക് 90 ദിവസത്തിന് അപ്പുറത്തേക്ക് അവർ കസ്റ്റഡിയിൽ വെക്കാൻ കഴിഞ്ഞോ? എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഈ കേസിൽ 7 വർഷവും 7 ദിവസവും കസ്റ്റഡിയിൽ വെച്ചു. അത് പ്രോസിക്യൂഷൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സാന്നിധ്യമാണ്. ഞാൻ നേരത്തെ RSSുമായി ബന്ധപ്പെട്ട് പിന്നെ പറഞ്ഞു ഈ നിവേദനം കൊടുക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ വെച്ച് അത്തരം അനുഭവം ഈ കേസിൽ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം നൽകിയതും ആ നിവേദനത്തിൽ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുത്തതും ആ കാര്യങ്ങൾ വീഴ്ച ആവർത്തിക്കാതിരുന്നതും ഫൈനൽ റിപ്പോർട്ടിൽ ഈ കൊലപാതകം നടത്തിയത് RSSകാരാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അഡ്വക്കേറ്റ് ടി ഷാജിത്ത്, നോക്കൂ, പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ എന്താണെങ്കിൽ താങ്കൾക്ക് പൂർത്തിയാക്കാം. മാത്രമല്ല, ഇത് പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് ജഡ്ജ് കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജഡ്ജിയുടെ കോൺട്രിബ്യൂഷനിലാണ് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയിരിക്കുന്നത്. നികേഷ്, എനിക്ക് പറയാൻ പരിമിതികളുണ്ടെന്ന് നികേഷിന് അറിയാം. പക്ഷേ നികേഷിന് അറിയുമെന്നറിയില്ല, ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ ഒരു കേസ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ അതിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പരമാവധി സാക്ഷികളുടെ തെളിവുകൾ കൊണ്ടുവരുന്ന ഒരു അഭിഭാഷകനാണ്. 51 മുതൽ 55 വരെ സാക്ഷികളെ വിസ്തരിക്കാതിരുന്നത് ആ സാക്ഷികൾക്ക് ഈ കേസുമായി ഒന്നും പറയാനില്ല. കാരണം ഇത് പൊതുജനത്തിന് അറിയില്ല. 51 മുതൽ 55 വരെ സാക്ഷികളിൽ ഒരാളെ മാത്രം വിസ്തരിക്കാൻ കാരണം ബാക്കി സാക്ഷികൾ പറയുന്നത് 2016 വർഷത്തിൽ അവർ അർദ്ധരാത്രി കിടന്നുറങ്ങുമ്പോൾ അവരുടെ വീടിന് കല്ലേറ് ഉണ്ടായിട്ടുണ്ട്, ആരാണെന്ന് അവർക്കറിയില്ല. ഇതാണ് അവരുടെ 161 സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാക്ഷികളെ കോടതിയിലേക്ക് ഡ്രാഗ് ചെയ്തത് കൊണ്ട് വേസ്റ്റ് ഓഫ് ടൈം അല്ലാതെ ഒരു പർപ്പസും സെർവ് ചെയ്യാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു മോട്ടീവ് ഒരു ക്രിമിനൽ കേസിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ മോട്ടീവ് പരാജയപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസോ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉള്ള കേസോ പരാജയപ്പെടുത്തില്ല. അതിന് 3-അംഗ ബെഞ്ചിൻ്റെ സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പുകൾ ഞാൻ നോട്ട്സ് ഓഫ് ആർഗ്യുമെൻസിൻ്റെ കൂടെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കേസിൽ ഒരു സെറ്റ് ഓഫ് മോട്ടീവ് മാത്രമല്ല 3 സെറ്റ് ഓഫ് മോട്ടീവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഒന്ന്, മുഹമ്മദ് ഷാ പറഞ്ഞ പോലെ 32-ാം സാക്ഷിയെ പരിക്കേറ്റ സംഭവം, അതിൽ 1ഉം 2ഉം പ്രതികളാണ്. അതാണ് ക്രൈം നമ്പർ 378/2016. അതിൽ 153A ഇല്ല എന്നുള്ളൊരു വസ്തുത എങ്ങനെയാണ് ഈ കേസിലേക്ക് ബാധിക്കുക? സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂഷൻ മോട്ടീവിൻ്റെ ഒരു അയർ എന്ന് പറഞ്ഞാൽ ഒരു എനിമിറ്റി മാത്രം കൊണ്ടുവന്നാൽ മതി. കാരണം മോട്ടീവ് എപ്പോഴും പ്രതികളുടെ മനസ്സിൽ ലോക്ക് ചെയ്തൊരു സംഭവമാണ്. ഇന്ത്യൻ തെളിവ് നിയമത്തിലോ ഇന്ത്യൻ നിയമത്തിലോ ഒരു മോട്ടീവ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തു കൊണ്ടുവന്നത് കൊണ്ടും അത് എവിഡൻസിൽ അഡ്മിസിബിൾ അല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് ഓഫ് മോട്ടീവ് 16/5/2016 തീയതി അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 1-ാം പ്രതി ഒരു ഭാഗത്തും ഒരു പറ്റം മുസ്ലിം ചെറുപ്പക്കാർ 2 ഭാഗത്തും നടന്ന അടിയാണ്. അതിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അതിലൊരു FIR ഇല്ലെന്ന്. മിസ്റ്റർ നികേഷിന് അറിയാമല്ലോ, 323 മാത്രമുള്ളൊരു കേസിൽ അതൊരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ അതിലൊരു FIR ഇടാൻ പറ്റില്ല. മാത്രമല്ല, പരാതിയില്ലാതെ FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ആ സംഭവം ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന മോട്ടീവ് ഈ കേസിൽ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ, അതായത് 18/3/2017 തീയതി അർദ്ധരാത്രി 1ഉം 2ഉം പ്രതികൾ അവിടെ, അതായത് ഷട്ടിൽ ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലത്ത് വരുന്നു. അവിടെ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന റോഡിൽ കൂടിയിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്കെതിരായിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു, ബീർ ബോട്ടിൽ എറിയുന്നു, അവർ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ അവർ ദുർഗപരമേശ്വരി ടെമ്പിളിൻ്റെ മുമ്പിൽ വീണ് പരിക്ക് പറ്റുന്നു. അതിനുശേഷം ഈ പരിക്കുകൾ ഇവർ തന്നെ 2-ാം പ്രതിയുടെ മൊബൈൽ ഫോണിൽ സെൽഫി എടുക്കുന്നുണ്ട്. അതായത് 19-ാം തീയതിയാണ് അവർക്ക് പരിക്ക് പറ്റിയത് എന്നുള്ള കൃത്യമായ തെളിവുകൾ. അതുമാത്രമല്ല, മെഡിക്കൽ എക്സാമിനേഷൻ സമയത്ത് ഡോക്ടർ അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ 24-ാം തീയതി നടത്തിയ മെഡിക്കൽ എക്സാമിനേഷനിൽ 5 ദിവസം മുമ്പേ ബൈക്കിൽ നിന്നും വീണിട്ടും കല്ലേറിനും പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അതർത്ഥം? ഇതൊന്നും തെളിവില്ലാത്ത, അതായത് എവിഡൻഷ്യലി വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളാണോ? ഈ തെളിവുകളൊക്കെ കോർത്തിണക്കി കഴിഞ്ഞാൽ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ നിന്നുള്ള മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് നടത്തിയതിന് ഈ 1ഉം 2ഉം പ്രതികൾ കൊലപാതക കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പം തെഫ്റ്റിന് രജിസ്റ്റർ ചെയ്ത FIRൽ അവർ ഒഫൻസ് പോയിട്ട് കോമ്പൗണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ കുറ്റം സംബന്ധിച്ച് 15,000 രൂപ കൊടുക്കുന്നു. ഇതിൻ്റെ തെളിവുകളൊക്കെ അഡീഷണൽ എവിഡൻസ് ആയിട്ട് നികേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 100 സാക്ഷികളുള്ള ഒരു കുറ്റപത്രത്തിൽ ഏകദേശം 20-ലധികം സാക്ഷികളെ
അത്രയും സ്ട്രെയിൻ ചെയ്ത് കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ, അഡീഷണൽ സെക്രട്ടറി സിംജി അടക്കമുള്ള ആളുകളെ, അതുപോലെ തന്നെ അനേകം ആളുകളെ അഡീഷണൽ സാക്ഷികളായി കൊണ്ടുവന്ന് തെളിവുകൾ നിരത്തിയ ഒരു കേസാണിത്. അത്തരമൊരു കേസിൽ മോട്ടീവ് ഇല്ല, 3 സെറ്റ്സ് ഓഫ് മോട്ടീവ് ഇല്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ താങ്കൾ പറയുന്നു ഇതൊക്കെയാണ് തങ്ങൾ മോട്ടീവായി കോടതിയിൽ അവതരിപ്പിച്ചത് എന്ന്. നോക്കൂ ശ്രീ ഷാബു പ്രസാദ്, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക്, ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷത പുലർത്തുന്നില്ല എന്നുള്ള ആക്ഷേപം വരുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അപമാനമാണ്. അതിലൊന്നായി ഈ കേസ് മാറുന്നുണ്ടോ? ഇല്ല, നികേഷ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞില്ല. നമ്മൾ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ ഈ രാജ്യം സൗദി അറേബ്യ പോലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയോ ഒക്കെയുള്ള ഒരു വലിയ തിയോക്രാറ്റിക് സ്റ്റേറ്റായി മാറും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ നിലയിൽ ജുഡീഷ്യറിയിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ഞാനതല്ല പറഞ്ഞത്. നിങ്ങൾ എത്ര വില കുറഞ്ഞ പരാമർശങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. രാഷ്ട്രീയ ചിന്തയും രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ ആകാം, പക്ഷെ അത് ഒരു മാധ്യമപ്രവർത്തകനെ എത്രത്തോളം അധപ്പതിപ്പിക്കുകയും അന്ധനാക്കുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നികേഷ് കുമാറും നിങ്ങളുടെ ഈ പ്രസ്താവനയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതൊന്നും അല്ല. അത് 10-75 വർഷമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ആ ഒരു വലിയ സംവിധാനമാണത്. ആ സംവിധാനത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സംവിധാനവും പൂർണ്ണമല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജുഡീഷ്യറിയും പൂർണ്ണമാണെന്നൊന്നും ആരും ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നിയമജ്ഞർ പോലും അവകാശപ്പെടും എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ജുഡീഷ്യറിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും വളരെ നിയമം അനുവദിക്കുന്ന സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന CGM വിധി എന്ന് പറയുന്നത് അന്തിമമല്ല, നിങ്ങൾക്കറിയാം. അതിനിനി അപ്പീലുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അങ്ങനെ നീണ്ടുപോകുന്ന, അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു 90% പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. ശരിയാണ്. അന്തിമമായ വിധി പറയാൻ ഞാൻ ആരുമല്ല. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചില വിധിന്യായങ്ങൾ ഒറ്റപ്പെട്ടതാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുക ആ നിലയിൽ മാത്രമായിരിക്കും. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒരു 30 സെക്കൻഡ് പ്ലീസ്. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, ഷുക്കൂർ വക്കീൽ ഇപ്പം പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ പരാതി കൊടുത്തപ്പോൾ മുൻപത്തെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത പരാതിയാണ്. പക്ഷേ ആ പരാതി പൂർണ്ണമായി ഞാനിപ്പോൾ നികേഷിന് അയച്ചത്. ആ പരാതിയിൽ അതൊന്നുമല്ല. ഈ 10 ദിവസം കൊലപാതകം നടന്ന ശേഷമുള്ള 10 ദിവസം ചെയ്ത പ്രവർത്തികളിലെ RSS BJP-ക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് ആ പരാതി. രണ്ടാമത്തെ വിഷയം 2014 കേസിൻ്റെ എന്തോ ഒരു കാര്യം 16 കേസിൻ്റെ പറഞ്ഞു. ആ 2011 മുതൽ 2014 വരെ ഞാൻ പ്രോസിക്യൂട്ടർ ആയിരുന്നുള്ളൂ. ഈ കേസ് ഏതാണെന്ന് എനിക്കറിയില്ല. അന്നത്തെ കേസിൽ ജാമ്യം കിട്ടി എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വിഷയമാണ് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ ഒരു വിഷയത്തിൽ അതിനകത്ത് ഒറ്റ പോയിന്റ് ഞാൻ പറഞ്ഞു. മോട്ടീവ് എന്ന് പറഞ്ഞതിനെ ഉപയോഗപ്പെടുത്തുന്നതിനായി എടുത്ത ക്രൈമുകൾ, ആ ഇൻസിഡൻസ്, അതിനകത്ത് ഇവർ RSS ആണ് BJP ആണെന്ന് പറയാനുള്ളൊരു ഭീതി അന്നിരുന്ന 2016 ശേഷം വന്ന ഗവൺമെന്റിന്റെ പോലീസിനുണ്ടായിരുന്നു എന്ന് തെളിവാകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ മോട്ടീവിന് വേണ്ടിയിട്ടോ മറ്റേത് പർപ്പസിന് വേണ്ടിയിട്ടോ ഇതെല്ലാം ഈ ഇൻപുട്സ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഇത് റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തിരിച്ചു വീണ്ടും ട്രയൽ നടത്തുകയോ അല്ലെങ്കിൽ ഇവരെ കൺവിക്ട് ചെയ്യുന്ന ഒരു വിധി കെട്ടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ വലിയ വേദനയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു പല കേസുകളും നടത്തുന്നത് പോലെ മെറ്റിക്കുലസ് ആയിട്ട് നടത്താൻ നിങ്ങൾക്കിത് കഴിയുന്നില്ല, ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വിഷമം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് ഷാജിത്ത് സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.